ऐसे गोल ഹായ് ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസ് ബൈ ആഷിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 4 ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മെയിനായിട്ട് പോയത് ബുർജ് ഖലീഫയിലാണ്. അപ്പോൾ ബുർജ് ഖലീഫയുടെ ടിക്കറ്റ് ഈവനിങ്ങിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലും അതുപോലെ ദുബായ് മോളിലുമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മെട്രോയാണ് പ്രിഫർ ചെയ്ത് പോകാനായിട്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അമ്മച്ചിയും അതുപോലെ അനിയത്തിൻ്റെ പിള്ളേരും നാട്ടിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ഈവനിങ്ങിലും ബുർജ് ഖലീഫയൊക്കെ കണ്ടിട്ട് പോകുമ്പോഴത്തേട്ടും നമുക്ക് ബ്ലോക്ക് എല്ലാം കിട്ടി നമുക്ക് പണി കിട്ടും. നമ്മൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പണി ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങൾ മെട്രോ ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും മെട്രോ ആയിക്കോട്ടെ, ഇവൻ ടോയ്ലറ്റ് ആയിക്കോട്ടെ, ഏത് പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ, ഇവരുടെ വൃത്തി നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അത്ര വൃത്തിയാണ് ഇവർ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ദുബായ്. അപ്പോൾ ഇവിടുത്തെ ഒരു മെട്രോയെ കണ്ടപ്പോഴത്തേട്ടും എനിക്ക് അതിൻ്റെ വൃത്തി കണ്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ആലോചിച്ചു. കാരണം യു കെയിലാണെങ്കിൽ ഇപ്പോൾ ഇവൻ ചില മെട്രോയിൽ ചെന്നാൽ അല്ലെങ്കിൽ ചില ടോയ്ലറ്റുകളൊക്കെ ചെന്നാൽ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ, വൃത്തിയില്ലാണ്ട് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ഫൈനലി നമ്മുടെ മെട്രോ എത്തി. അപ്പോൾ ഈ ഒരു മെട്രോയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി. അപ്പോൾ ചില ടൈമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാം ഫുൾ ആളായിട്ടില്ല. ഇപ്പോൾ നിൽക്കാൻ തന്നെ അത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമുക്ക് കുഴപ്പമില്ലെന്ന് സുഖമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫൈനലി മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലെത്തി. അപ്പോൾ നമ്മൾ മെട്രോയിൽ വരുമ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഡയറക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഈ വഴിയിലാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് നോക്കി കാണാൻ പറ്റും. നമുക്ക് കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പാം ട്രീ നിൽക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ബിൽഡിങ്സും കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ഇത് കാണിച്ചിരിക്കുന്ന പോലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഉണ്ട് എർത്ത് എന്ന് അവർ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇത്. കാരണം നമുക്ക് ഈ ഒരു മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഈ മ്യൂസിയം നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. അപ്പോൾ നൈറ്റിലൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ മ്യൂസിയം കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കവാടമൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിയത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനായിട്ടോ ഈ ഒരു മ്യൂസിയത്തിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കുറച്ച് വഴികളൊക്കെ കുറച്ച് നമുക്ക് നടക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി സ്റ്റീവിനെ ആണെങ്കിൽ സ്ട്രോളർ എടുത്തോണ്ട് നമുക്ക് ഈസി ആയിട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ അവനാണെങ്കിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈവനിങ് ടൈമിൽ ഉറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയാണെങ്കിലും കാണാൻ നല്ല തിരക്കാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പ്രോപ്പറായിട്ട് ലിഫ്റ്റ് വഴിയാണ് ഉള്ളിലോട്ട് കയറുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട്. അതായത് ഈ ഒരു മ്യൂസിയത്തിൽ മെയിനായിട്ട് കാണിക്കുന്നത് ദുബായ് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഒരു 2050 ഒക്കെ ആകുമ്പോഴത്തേനും ദുബായ് എങ്ങനെയായിരിക്കും എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി പോകണം. അപ്പോൾ ആ താഴെ നിൽക്കുന്ന ഒരു ക്യൂ എന്ന് പറയുന്നത് ലിഫ്റ്റ് കയറി നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലും ജസ്റ്റ് താഴെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് നമ്മൾ ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട് ഇത് ലിഫ്റ്റ് കയറി പോകുന്നതാണ്. ലിഫ്റ്റ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് അത്ഭുതപ്പെട്ടു. കാരണം ക്യാപ്സൂൾ ഷേപ്പൊക്കെയുള്ള ലിഫ്റ്റായിരുന്നു. അപ്പോൾ ഈ ലിഫ്റ്റ് കയറി പോകുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ ക്യാഷ് പേ ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ താഴെ നമ്മൾ ജസ്റ്റ് നിൽക്കുവാണ്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഫ്ലോർ നിൽക്കുന്നത് നമ്മളൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് താഴെ പോകാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് സെക്കൻഡ് ഫ്ലോർ മാത്രമാണ് ഞങ്ങൾ പോയുള്ളൂ. താഴോട്ട് നമ്മൾ പോയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു റോബോട്ടിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫിഷിൻ്റെ ഷേപ്പുള്ള പറക്കുന്ന റോബോട്ടാണത്. അപ്പോൾ താഴെ വേറെയും കുറേ റോബോട്ട്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതിനൊന്നും കാണാൻ പറ്റില്ല. കാരണം ഞങ്ങൾ താഴെ പോകാത്തന്നെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ പേ ചെയ്ത് അകത്ത് കാണാനായിട്ടൊന്നും കയറിയില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ നിന്ന് നമുക്ക് പിന്നെ ടൈം കളയേണ്ട കാര്യമാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ മാത്രമേ നിന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കാണാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡയറക്റ്റ് പോയിട്ട് ദുബായ് മോള് കാണാനായിട്ടാണ്. അപ്പോൾ ഈ ദുബായ് മോള് ചെന്നിട്ട് ഞാൻ അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. കാരണം ദുബായ് മോൾ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാണാനാണേലും വാങ്ങാനാണേലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻജോയ് ചെയ്ത് നടന്നപ്പോഴത്തേട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല.
പക്ഷേ ആകെ ഞാൻ ഈ ഒരു വീഡിയോ മാത്രമേ പിടിച്ചുള്ളൂ. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ദുബായ് മോളിലൂടെ നടക്കുമ്പോഴാണ് ഈ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ നേരത്തെ യൂട്യൂബിലൊക്കെ ഈ ടർക്കിഷ് ഐസ്ക്രീം പ്രാങ്കുകൾ കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർക്കിഷ് ഐസ്ക്രീം വാങ്ങുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും സ്റ്റീവേർട്ടും അതുപോലെ എൻ്റെ സിസ്റ്ററിലും ഞങ്ങൾ മൂന്നൊരു ടർക്കിഷ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഈ ടർക്കിഷ് ഐസ്ക്രീം വാങ്ങുക എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, ഈ ഒരു മെയിനായിട്ട് എല്ലാവരും ഇവിടെ വരുന്നത് തന്നെ ഈ ഒരു പ്രാങ്കിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് കാണാൻ. അപ്പോൾ ഇതിനും കൂടി വേണ്ടിയാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഐസ്ക്രീമും അടിപൊളിയായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഈ ഒരു പ്രാങ്ക് ചെയ്യുന്ന ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റീവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ എൻ്റെ സിസ്റ്റർ ലോ ആണെങ്കിലും ഇത് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ 3 പേരുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ദുബായ് മോളൊക്കെ കുറച്ച് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു അക്വേറിയം കണ്ടത്. അപ്പോൾ ഈ ഒരു അക്വേറിയം ആണെങ്കിലും നമുക്കിത് ജസ്റ്റ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ദുബായ് മോളിൽ നിന്നുകൊണ്ട് തന്നെ പുറമേ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്ക് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പോകാൻ പറ്റും. ഉള്ളിൽ ചെല്ലാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്യാഷ് പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പുറമെ നിന്ന് കാണുന്ന പോലെ തന്നെ കുറച്ചും കൂടെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാനുള്ള ഇഷ്ടംപോലെ കാണാനുണ്ട് ഈ അക്വേറിയത്തിൻ്റെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. ഇഷ്ടംപോലെ കാണാനുണ്ട്, കുറേ അടിപൊളി ഫിഷുകളും വെറൈറ്റി ഫിഷുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിഷുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ പിടിച്ചത്. അപ്പോൾ എനിക്കിങ്ങനെ ഫിഷുകൾ കൂട്ടമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയും പിടിച്ച വീഡിയോ ആണ്. ഇപ്പോൾ സ്റ്റീവാണ് നന്നായിട്ട് എൻജോയ് ചെയ്തോ, നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ക്യാഷ് പേ ചെയ്യാണ്ട് ഇത്രയും പുറത്തുനിന്ന് കാണാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്, നല്ല രസമാണ് കാണാനായിട്ടും.
അപ്പോൾ ഞങ്ങൾ അങ്ങനെ അക്വേറിയം എല്ലാം കണ്ടു കഴിഞ്ഞ് ദുബായ് മോളിൽ നിന്ന് ഞങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നമുക്ക് ബുർജ് ഖലീഫ കണ്ടിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫയുടെ ഒരു ഡേ ടൈമിലുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബുർജ് ഖലീഫയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു KFC കഴിക്കാൻ ഓർത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ബുർജ് ഖലീഫയിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോളിൽ നിന്നാണ് ഡയറക്റ്റ് ബുർജ് ഖലീഫയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫയിൽ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ അവർക്ക് ഗസ്റ്റായിട്ട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ അവർ കൊണ്ടുവരുമ്പോൾ അവർക്ക് ക്യൂ നിൽക്കേണ്ട. പക്ഷേ അല്ലാണ്ട് നമ്മൾ വരുമ്പോൾ നമ്മളിങ്ങനെ വലിയ ലോങ് ക്യൂ ഉണ്ട്. ലോങ് ക്യൂ നിന്നിട്ടാണ് നമ്മൾ ബുർജ് ഖലീഫയിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഈ ഒരു പോകുന്ന വഴിക്ക് മൊത്തം ഓരോ വർഷവും കുറേ വർഷം എടുത്താണല്ലോ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ വർഷത്തിലും ഓരോരോ പുരോഗതികൾ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയിൽ വരുമ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് 124 ആൻഡ് 125 ഫ്ലോറുകളാണ്. അപ്പോൾ അത് ഒബ്സർവേഷൻ ഡെക്കുകളാണ്. അവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ടൊരു വ്യൂ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നൈറ്റിലാകുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ നൈറ്റ് ബുക്ക് ചെയ്ത്. പിന്നെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൊരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ 148 ആണ്. അത് ടോപ്പ് സ്കൈ ആണ്. ആ ഒരു ഫ്ലോറാണ് അടുത്തത് അവൈലബിൾ. അപ്പോൾ ഈ 124 125 കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് 148. അപ്പോൾ ബുർജ് ഖലീഫയ്ക്ക് ടോട്ടൽ 163 ഫ്ലോറുകളായിട്ടുള്ളത്. അപ്പോൾ 163 എന്ന് പറയുന്നത് പബ്ലിക്കിന് അലൗഡ് അല്ല. പബ്ലിക്കിന് അവർ അലൗ ചെയ്യുന്നില്ല, അത് അസസ് ഇല്ല. അപ്പോൾ പിന്നെ 152 മുതൽ 154 വരെയുള്ള ഫ്ലോർ അസസ് ചെയ്യണമെങ്കിൽ ഭയങ്കര VIP ഫ്ലോറുകളാണ്. അവർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, നല്ല എക്സ്പെൻസീവ് ആവും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് 124 ആൻഡ് 125 ആണ്. അവിടെ നിന്നിട്ട് നമുക്ക് ഒരുമാതിരി കാഴ്ചകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്ട്രാ ക്യാഷൊക്കെ പേ ചെയ്ത് 148 പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർ ഇത്ര പേരെ വെച്ചാട്ടോ നമ്മൾ വലിയൊരു ക്യൂ നിൽക്കും. അവരിപ്പോൾ ഇത്ര പേരെ വെച്ചാണ് അവർക്കൊരു എണ്ണം ഉണ്ട്. ആ എണ്ണം അനുസരിച്ചാണ് അവർ ലിഫ്റ്റ് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾക്കൊന്ന് ലിഫ്റ്റ് കയറണമെങ്കിൽ, കാരണം ഇത്ര ആളെ കയറ്റി വിട്ടിട്ട് അവർ ഓരോരുത്തരെ അങ്ങനെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ നടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്. ഇവിടെയാണ് നമ്മൾ ഈ ക്യൂ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു. കാരണം ഇത്ര പേരെ വെച്ചാണ് കയറ്റി വിടത്തുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്തൊരു സെറ്റിനെ കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ഈ എഴുതിയേക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പോഴാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സൈഡ് വൈസ് ആണ് ലിഫ്റ്റുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 124 ആൻഡ് 125 ഈ ഒരു ഫ്ലോറിലെത്താനായിട്ട് 124 എന്ന ഫ്ലോറിലെത്താനായിട്ട് 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വെറും 1 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ലിഫ്റ്റ് 124 ഫ്ലോർ വരെ എത്തുന്നത്. അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് ലിഫ്റ്റ് കയറാനുള്ള സമയം. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളോട്ടോ ഇതൊക്കെ. അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയപ്പോൾ നമുക്ക് കാണാനായിട്ട് കുറേ ഉണ്ട്. കുറേ വ്യൂസും കുറേ കാര്യങ്ങളും സ്കൈയും അങ്ങനെ കുറേ കാണാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുർജ് ഖലീഫയുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ ഈ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ലിഫ്റ്റിൻ്റെ അകത്ത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് നിൽക്കുന്ന കാര്യം നമ്മൾ മറന്നു നോക്കിയിട്ടാണ്. അതുപോലെ കുറേ ഇൻഫർമേഷൻസൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലോട്ട് വേണ്ടിട്ട്. അപ്പോൾ സ്റ്റെപ്പ് പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഒരു സ്റ്റെപ്പിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം സ്റ്റെപ്പ് പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി ബുർജ് ഖലീഫയുടെ ടോപ്പിലെത്തി. അപ്പോൾ നമ്മൾ 124 ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും മുകളിൽ നിന്ന്, അത് 124ാമത്തെ നിലയിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ ഈ ഒരു നൈറ്റ് ടൈമിൽ കാണാനായിട്ട്, ദുബായ് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി ഇല്ല, പക്ഷേ ബാക്കി വരുന്ന വീഡിയോസിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൈറ്റ് ടൈമിലുള്ള വ്യൂ എത്ര
അത്ര മനോഹരമാണ്. പിന്നെ ഈ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡിനെ മറികടക്കാൻ വേറെ ലോകത്തുള്ള ഒരു ബിൽഡിങ്ങിനും സാധിച്ചിട്ടില്ല. വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് കൂടിയാണ്. അങ്ങനെ പ്രത്യേകതയും ബുർജ് ഖലീഫയ്ക്കുണ്ട്. അത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മളന്ന് ദുബായ് ഫ്രെയിമിൽ പോയപ്പോൾ ഇതുപോലെ കാണാമായിരുന്നു. അപ്പോൾ അത് നമുക്ക് 52 ഫ്ലോറിൽ നിന്നാണ് കണ്ടത്. ഇത് നമ്മൾ കാണുന്നത് 124 ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇത്രയും മുകളിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ ലൈറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫയുടെ അകത്ത് വേറെ മെയിനായിട്ടുള്ളത് അർമാനി ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, കോർപ്പറേറ്റ് സ്യൂട്ടുകൾ, അതുപോലെ തന്നെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ബുർജ് ഖലീഫയുടെ അകത്തുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് സ്യൂട്ട് അങ്ങനെയുള്ളിടത്തോട്ടൊന്നും പബ്ലിക്കിന് അസസ് ഇല്ല. അപ്പം നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മെയിനായിട്ട് അസസ് ഉള്ളത് ഈ 124 ആൻഡ് 125 ഫ്ലോറുകൾ, അതുപോലെ 148, പിന്നെ 152 to 154 ഇങ്ങനത്തെ ഇത്രയും ഫ്ലോറുകളിലായിട്ടാണ് പബ്ലിക്കിന് അസസ് ഉള്ളത്. അപ്പോൾ നേരത്തെ ഞാനും ഈ ബുർജ് ഖലീഫ കാണുന്ന ടൈമിൽ ഞാനും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതിൻ്റെ അകത്തെന്താണെന്ന് കാണണം എന്നുള്ളത്. ഞാനിങ്ങനെ ചിന്തിക്കുക എന്തായിരിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ബുർജ് ഖലീഫ കാണാൻ പോകാൻ പറ്റും, ഇതിൻ്റെ അകത്ത് കയറാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ദുബായിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഫസ്റ്റ് എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ബുർജ് ഖലീഫയുടെ അകത്ത് പോകണം എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഈ ഒരു 124, 125 ഫ്ലോറിൽ ഇങ്ങനത്തെ ഒബ്സർവേഷൻ ടെക്കാണുള്ളത്. 148 ഒബ്സർവേഷൻ ടെക്കാണ്. അല്ലാണ്ടുള്ളത് ഫുള്ള് ഇതുപോലത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ഓരോരുത്തരുടെ ലക്ഷ അപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബുർജ് ഖലീഫ വന്ന് ഇതൊരു കാണുന്നത് ശരിക്കും വർത്താണ്. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ കെട്ടിടങ്ങൾ കാണുമ്പോഴത്തേനും ഭയങ്കര മനോഹരമാണ് കാണാൻ. നിങ്ങൾക്ക് ഞാൻ പറയേണ്ടത് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ക്യാഷ് മുടക്കുമ്പോൾ നമ്മുടെ ക്യാഷ് പോയാലൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഒരിക്കലും വരില്ല. കാരണം അത്രയും വർത്തായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ ജസ്റ്റ് വീഡിയോയിൽ മുഴുവൻ കാണിക്കുന്നതിന് വ്യൂ ആട്ടോ. കാരണം ആ വ്യൂ അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു വ്യൂ മൊത്തമായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം ഈ സ്റ്റെപ്പിൻ്റെ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് സ്റ്റെപ്പുകൾ അത്രയും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വേറൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റെപ്പ് അവർ എത്ര മനോഹരമായിട്ടാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ശരിക്കും ഈ ഒരു പോർഷൻ കണ്ടാൽ ശരിക്കും മനസ്സിലാവും അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ പോലും അവർ അത്രയും ബ്യൂട്ടിഫുള്ളി ബിൽഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ ഇവർ കുറച്ച് കൺസ്ട്രക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട്. ഈ ബുർജ് ഖലീഫയുടെ ഓരോരോ നിർമ്മാണ ഘട്ടങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു മോഡൽ അവർ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ കണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രോളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാഗ് കാര്യങ്ങൾ സ്ട്രോളറൊക്കെ നമുക്ക് ഏറ്റവും വരുന്ന റിസപ്ഷനിൽ ഏൽപ്പിക്കണം. നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫൈനലി ബുർജ് ഖലീഫയുടെ കാഴ്ച എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.